നമ്മൾ ഇന്ന് നമ്മുടെ പുതുക്കോട് മഹാദേവൻ്റെ ഈ നവീകരണ കലശ ഭംഗിയായിട്ട് നമ്മുടെ എല്ലാവരുടെ സഹകരണത്തോടും കൂടി താന്ത്രിക ചിട്ടയിൽ നമുക്ക് നടത്തുവാൻ ജഗദീശ്വരൻ അനുഗ്രഹിച്ചു. ഈ കർക്കിടക മാസത്തിലുള്ള ജൂലൈയിൽ നമ്മുടെ കാലവർഷത്തിൻ്റെ ഒരുവിധമായ ബുദ്ധിമുട്ടുകളും നമുക്കില്ലാതെ നമുക്ക് എല്ലാ പരിപാടികളും നടത്തുവാനുള്ള അനുഗ്രഹമുണ്ടായി. ഈ പ്രോഗ്രാം എല്ലാ ദിവസവും നമ്മൾ ക്ഷേത്രകലകളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഒരു നവീകരണ കലശം നടത്തുമ്പോൾ നമ്മൾ എങ്ങനെ ആ ക്ഷേത്രകലകൾക്ക് പ്രോത്സാഹനം കൊടുക്കണം എന്നുള്ളത് കൂടി നമ്മൾ ഈ പ്രാവശ്യത്തെ സാംസ്കാരിക പരിപാടികളിൽ ഉൾപ്പെടുത്തി. ഈ കലാപരിപാടികളെല്ലാം നമുക്ക് 5 മണി 5:30 മണിക്ക് തുടങ്ങി രാത്രി 9 മണി വരെ ഇത് നടത്തുമ്പോൾ ഇതിനു വേണ്ട എല്ലാ സപ്പോർട്ടും നമ്മുടെ ഗ്രാമസമൂഹത്തിൻ്റെ മെമ്പേഴ്സായ വനിതാ വിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ചും നമ്മുടെ വനിതാ വിഭാഗത്തിലെ എല്ലാ മെമ്പേഴ്സും വളരെ ശുഷ്കാന്തിയോടുകൂടി അത് നടത്തുവാൻ നമുക്ക് എല്ലാ സഹായ സഹകരണങ്ങളും തന്നതിൽ അവരെ പ്രത്യേകം നമ്മൾ നന്ദി പറയേണ്ടതാണ്. അതേമാതിരി നമ്മുടെ ദേശവാസികൾ എല്ലാവരും, ഗ്രാമത്തിലെ മെമ്പേഴ്സും എല്ലാവരും ഈ കൊച്ചു കുട്ടികളെ എല്ലാവരെയും അവരുടെ കലയിൽ പ്രോത്സാഹിപ്പിക്കാനുള്ള എല്ലാവിധ പ്രോത്സാഹനം നമുക്ക് കൊടുക്കാൻ സാധിച്ചു. നമ്മുടെ ലൈവ് സ്ട്രീമിംഗ് നമ്മൾ ഇന്നിവിടെ ഈ പ്രോഗ്രാം കഴിയുന്നതോടുകൂടി അവസാനിക്കുകയാണ്. നമുക്ക് ഇതൊരുക്കി തന്ന കണ്ണമ്പ്ര വാർത്തകളിലെ സുരേഷ് പുളിക്കൽ വളരെ കഷ്ടപ്പെട്ട് ഈ പ്രോഗ്രാം, നമ്മുടെ ഈ കുംഭാഭിഷേകത്തിൻ്റെ വൈദിക ചടങ്ങുകൾ, താന്ത്രിക ചടങ്ങുകൾ, അതേമാതിരി വൈകുന്നേരത്തെ സാംസ്കാരിക പരിപാടികൾ ലോകം മുഴുവൻ കാണാനുള്ള ഒരു സൗകര്യം ഒരുക്കി തന്നു. വളരെ നല്ല വിധത്തിലുള്ള റിപ്പോർട്ടുകളാണ് നമുക്ക് പുറത്തുള്ളവർക്ക് നമുക്ക് ലഭിച്ചത്. ഇതിന് പ്രത്യേകം നമ്മുടെ സുരേഷ് പുളിക്കനെയും കണ്ണമ്പ്ര വാർത്തകളെയും നമുക്ക് എല്ലാവരും ഒന്ന് ചേർന്ന് അഭിനന്ദിക്കണമെന്ന് കൂടി ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുന്നു. എല്ലാ വർഷവും നമുക്ക് നവരാത്രിക്കും ഇതേമാതിരി സുരേഷ് പുളിക്കൻ വളരെ ശ്രദ്ധയോടുകൂടി എല്ലാം കവർ ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ പ്രോഗ്രാംസും നമ്മൾ ശങ്കരാചാര്യർ വരുന്ന ദിവസം അന്നത്തെ ഒരു പ്രക്ഷേപണം വളരെ പ്രത്യേകമായിരുന്നു. നമ്മുടെ യൂട്യൂബിൽ നമ്മുടെ എല്ലാ ദിവസത്തെ പ്രോഗ്രാമും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് റിവൈൻഡ് ചെയ്ത് കാണാനുള്ള സൗകര്യം ഈ കണ്ണമ്പ്ര വാർത്തകളുടെ ആ സൈറ്റ് ഉള്ളിടത്തോളം കാലം യൂട്യൂബിൽ കൂടി നമുക്ക് എല്ലാവർക്കും കാണുവാൻ സാധിക്കും. അതേമാതിരി നമ്മുടെ ശങ്കരാചാര്യരുടെ ആ ഒരു സംഭാഷണം അല്ലെങ്കിൽ ആശീർവാദ ആശീർവാദ പ്രഭാഷണം പ്രത്യേകമായിട്ട് ഒരു ലിങ്കിൽ കൂടി ഫോർവേഡ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും കിട്ടും. അപ്പോൾ ആ ഒരു 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ കാഞ്ചി കാമകോടി സ്വാമികൾ നമുക്ക് തന്ന ഒരുപാട് നിർദ്ദേശങ്ങളും നമുക്ക് വളരെയധികം നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കാവുന്നതാണ്. എല്ലാവരും അത് ശ്രദ്ധയോടുകൂടി 1, 2, 3 പ്രാവശ്യം കേൾക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതേമാതിരി നമുക്ക് ഈ 8 ദിവസമല്ല 12 ദിവസവും പാചകം ഒരുക്കി തന്നത് നമ്മുടെ പുതുക്കോട് പടിഞ്ഞാറേ ഗ്രാമത്തിലുള്ള രമണിസ്വാമിയാണ്. വളരെ വിശിഷ്ടമായ വിഭവം 3 നേരം വരുന്ന ഗസ്റ്റുകൾക്കും നമ്മുടെ ഗ്രാമവാസികൾക്കും പല 12 ദിവസം അതെ അല്ല ഈ ഒരു ഈ വടക്കേ ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം, ഈ ശിവനമ്പലത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഷത്തിൽ 5 or 6 പ്രത്യേക വിശേഷാൽ പൂജകൾ നടക്കുമ്പോഴെല്ലാം നമുക്ക് അന്നദാനം ഇവിടെ ഒരുക്കി തരുന്നത് നമ്മുടെ രമണിസ്വാമിയാണ്. രമണിസ്വാമീനെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വിശിഷ്ടവേദിയിൽ
ആദരിക്കുന്നുണ്ട്. നമ്മുടെ സെക്രട്ടറി ബാക്കിയുള്ള കാര്യങ്ങൾ പറയും. സുരേഷ് പൊളിക്കനും നമ്മളൊരു പ്രത്യേകമായിട്ട് ഇവിടെ അഭിനന്ദിക്കുന്നതോടൊപ്പം സ്നേഹോപകാരം നമ്മൾ ഈ കച്ചേരി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കൊടുക്കുവാൻ ശേഷാദ്നാഥ് ഭാഗവതരുടെ അനുവാദത്തോടു കൂടി ഞങ്ങൾ അതും കൂടി നടത്തുകയാണ്. ഇപ്പോൾ 2 വാക്ക് സംസാരിക്കാനായി നമ്മുടെ പുതുക്കോട് വടക്കേ ഗ്രാമ സമൂഹത്തിൻ്റെ സെക്രട്ടറിയായ നമ്മുടെ പരമേശ്വരൻ അല്ലെങ്കിൽ രാജാറാം, പരശുറാം അല്ലെങ്കിൽ രാജാറാം, എപ്പോഴും രാജാറാമാണ് നമ്മുടെ മൈൻഡിൽ വരുന്നത്. വളരെ ശ്രദ്ധയോടുകൂടിയും ശുഷ്കാന്തിയോടുകൂടിയും നമ്മുടെ ഈ ഒരു 11-12 ദിവസത്തെ പരിപാടികൾക്കുള്ള എല്ലാ കാര്യങ്ങളിലും അഹോരാത്രം വർക്ക് ചെയ്തൊരു വ്യക്തിയാണ് നമ്മുടെ PR പരശുറാം. ഓക്കെ, പരശുറാമിന് 2 വാക്ക് സംസാരിക്കുവാൻ കൊടുക്കുന്നു. ഈ ദേശവാസികളോടും എല്ലാവരോടും പ്രസിഡൻ്റ് എന്ന നിലയ്ക്കും നമ്മുടെ നിലയിലും നമ്മുടെ ഈ ഗ്രാമവാസികളുടെയും ഗ്രാമസമൂഹത്തിൻ്റെ പേരിലും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. വേദിയിൽ വന്നിരിക്കുന്ന അത്ര ആൾക്കും എൻ്റെ നമസ്കാരം പറഞ്ഞുകൊള്ളുന്നു. ഈ 10 ദിവസം നമ്മളുടെ കുംഭാഭിഷേകത്തിന് പങ്കെടുത്ത എല്ലാവർക്കും എൻ്റെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ദ സെയിം ടൈം നമ്മുടെ രമണിസ്വാമി, എല്ലാവർക്കും അറിയാം രമണിസ്വാമി ആരാണെന്നുള്ളത്. അവർ നളബാബുവാണ്. മനസ്സിലായോ? നളബാബു എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായോ? ഭീമന് ഇത് കൊടുത്ത പേരാണ്, ഇനിയൊരു പേരാണ്. എന്ന പോലെ ഏതൊരു കഷ്ടത്തിലും ഏതൊരു സമയത്തും സാധനങ്ങൾ വല്ല കുറവുണ്ടെന്നാലും കൂടുതലുണ്ടെന്നാലും പെട്ടെന്ന് അതിനുള്ള റെമഡി കണ്ട് യാതൊരു പേർക്കും വിശപ്പ് അടക്കിക്കൊണ്ടുള്ള അവരുടെ അന്നദാനമായിരുന്നു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ വിധത്തിലും മൂപ്പരെ നമ്മൾ സമ്മതിച്ചേ പറ്റുള്ളൂ. ദ സെയിം ടൈം നമ്മുടെ സുരേഷ് കണ്ണമ്പറ വാർത്തകൾ മാത്രമല്ല, അവർക്ക് ഇനിയൊരു ആക്ടിവിറ്റീസ് ഉണ്ട്. ആംബുലൻസ്, അതും ഈ വേദിയിൽ പറയണം. വിളിച്ച വിളിയിൽ ആളെത്തുന്ന ആൾക്കാരാണ്. എന്ന പോലെ നിങ്ങളെല്ലാവർക്കും എൻ്റെ നമസ്കാരം പറയണു. നന്ദി, സന്തോഷം.